So yes, CBSE 2026 ബോർഡ് എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രീം പെർസെൻറ്റേജ് ആയിട്ടുള്ള 95+ മാർക്സിലേക്ക് എങ്ങനെ നിങ്ങളെ എത്തിക്കാം എന്നുള്ളതാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു എജുപോഡ് CBSE ക്ലാസ് 10. ഈ ഒരു വീഡിയോയിൽ യെസ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളുടെ ഒക്കെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. നെക്സ്റ്റ് ഇയർ ബോർഡ് എക്സാം കഴിയുമ്പം നിങ്ങൾക്കൊരു 95+ മാർക്സ് വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, റൈറ്റ്? സോ നിങ്ങൾ എങ്ങനെ ഈ ഒരു 1 ഇയർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീം പെർസെൻറ്റേജ് മാർക്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ പറ്റുന്നതാ ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും. ഇഫ് യു ആർ റെഡി ടു ഫോളോ ഓൾ ദീസ് തിങ്സ്, നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി ടു ഗെറ്റ് യുവർ റിസൾട്ട് കാർഡ് വിത്ത് യുവർ ഡ്രീം പെർസെൻറ്റേജ്. ഞാൻ ഉറപ്പ് തരാം, ഐ ഗ്യാരണ്ടി. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ സ്റ്റഡി ഹാളിൽ പോവുക. നിങ്ങളുടെ ഒരു ഡ്രീം പെർസെൻറ്റേജ് മാർക്സ് എത്രയാണെന്ന് വെച്ചാൽ എഴുതി വെക്കുക ഒരു പേപ്പറിൽ. ലൈക്ക് ഇറ്റ് കുഡ് ബി ഒരു 95% ആവാം, അല്ലെങ്കിൽ ഒരു 98 ആവാം, 99 ആവാം, വാട്ട് എവർ. അതൊരു പേപ്പറിൽ എഴുതാൻ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്നും കാണുന്ന ഒരു, അതായത് രാവിലെ എണീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചുമരിൽ എന്ത് ചെയ്യണം, അങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പെർസെൻറ്റേജ് കാണുന്നു. ഓക്കെ, യെസ്, ഐ ഹാവ് ടു ഗെറ്റ് ഇറ്റ്, ഐ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഇല്ലേ, നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചാലല്ലാണ്ട്, നമ്മൾ ഇതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്താലല്ലാണ്ട്, നമ്മൾ നമ്മുടെ 100% എഫേർട്ട് പുട്ടിൻ ചെയ്താലല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്സിലേക്ക് ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് അറിയാം, റൈറ്റ്? സോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ഒരു മോട്ടീവാണ്. അത് ഏറ്റവും വലിയ മോട്ടീവാണ് നിങ്ങൾ എഴുതി വെക്കുന്ന ഈ ഒരു പെർസെൻറ്റേജ്. കാരണം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് കാർഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ മുഖം എന്തായിരിക്കണം? വി ഷുഡ് ബി ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ്, റൈറ്റ്? സോ അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് നമ്മുടെ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി റെഡി ടു ഗിവ് അപ്പ് എവറിത്തിങ് ഫോർ ദിസ് 1 ഇയർ. ഈ ഒരു വർഷക്കാലം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളുടെ എഫേർട്ട് കൊടുത്ത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ട്, ക്രൗഡ് ഇല്ലാണ്ട്, ഇൻട്രാക്ഷൻസ് ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ ഓഫ് കോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹയർ റിസൾട്ടിലേക്ക് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് പാസ്സാവാം. പക്ഷേ നിങ്ങളൊരു ഹയർ ടോപ്പർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ തിങ്. ആദ്യം നിങ്ങൾ അത് മനസ്സിൽ കരുതണം. യെസ്, ഐ വിൽ ഗെറ്റ് ഇറ്റ്, ഐ എം റെഡി ടു ഹാർഡ് വർക്ക് ഫോർ ഇറ്റ് എന്നുള്ളത്. കാരണം നിങ്ങൾ എഫേർട്ട് ഇട്ടാലല്ലാണ്ട് നത്തിങ് ഇസ് ഗോണ ഹാപ്പൻ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ടാവും. ആ സബ്ജക്ട്സ് 5 സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ 5 സബ്ജക്ട്സിന് 5 പേപ്പേഴ്സ് എടുക്കുക. ആ പേപ്പേഴ്സിന് ഒരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ്, SST ആണെങ്കിൽ SST, മാത്ത് ആണെങ്കിൽ മാത്ത്, ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട്സിലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഐദർ നിങ്ങൾക്ക് അതൊരു ചുമരിൽ ഒട്ടിച്ച് വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ആസ് യു വിഷ്. ഓക്കെ, അപ്പം നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മുടെ ഡ്രീം പെർസെൻറ്റേജ് പേസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഐ ഹാവ് ദിസ് മച്ച് ചാപ്റ്റേഴ്സ്. ഇപ്പം നിങ്ങൾക്കൊരു ടോട്ടൽ ഓഫ് ഒരു 80 അല്ലെങ്കിൽ ഒരു 90 ചാപ്റ്റേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, എനിക്ക് 90 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് 80, എത്ര ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതായത് ഒരു എബൌട്ട് 80 ചാപ്റ്റേഴ്സോളാണ് എനിക്ക് പഠിച്ച് തീർക്കാനുള്ളത്. ഓക്കെ, വി ഗെറ്റ് ദാറ്റ് നമ്പർ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് എഴുതി വെക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതാ ചെയ്യുക അല്ലേ? എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് 9, 6:30 മുതൽ 8:30 വരെ ഞാൻ എണീക്കുന്നു, ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പഠിക്കുന്നു, കളിക്കുന്നു. കളിക്കാൻ എത്ര സമയം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ, ദിസ് ഇസ് റിയലി യൂസ്ലെസ്. ഈ കൈൻഡ് ഓഫ് ടൈം ടേബിൾ നിങ്ങൾ ഒഴിവാക്കുക. ഇതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നത്തിങ് ഇസ് ഗോണ വർക്ക്. ഒരാൾക്കും ഇന്ന് വരെ ഇതുപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പക്ക 100% ഇതുപോലെ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് കാലം വരെ പറ്റിയിട്ടില്ല. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. അതായത് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇസ് നോട്ട് ഗുഡ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ലിസൺ ഹിയർ. അപ്പം ഇതല്ലാണ്ട് ഇപ്പം നമ്മുടെ കയ്യിലൊരു ഓപ്ഷൻ, അതായത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ, നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ്, അപ്പം നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം എങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡി ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 1 മന്തിൽ നമ്മൾ എത്ര ചാപ്റ്റർ തീർക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര ചാപ്റ്റർ പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് കവറപ്പ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ടൈം ലൈൻ ഉണ്ടാക്കും. ഓക്കെ, സോ ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഏതാ മാസം? ജൂൺ ആണ്. എനിക്ക് ഉറപ്പായിരിക്കും ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ട് പഠിക്കാം, യെസ് ഞാൻ മലമറിക്കും എന്നിങ്ങനെ ഒരു തോട്ടിൽ വരുന്ന കുട്ടികളായിരിക്കും. ഒരു കുഴപ്പമില്ല, ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇഫ് യു ആർ വില്ലിംഗ് ടു ഗിവ് യുവർ 100% ടു ഇറ്റ്. അപ്പം നമ്മളൊരു ടൈം ലൈൻ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിപ്പോൾ ജൂൺ ആണ് മന്ത്, ഞാനിപ്പോൾ June 3 ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ എൻഡ് വരെ, ജൂൺ ടു ഒക്ടോബർ എൻഡ് ആകുമ്പോഴേക്ക് നമ്മളുടെ മോട്ടോ, നമ്മളുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കംപ്ലീറ്റ് സിലബസ്. നമ്മളുടെ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതായത് ഇന്ന് തുടങ്ങി ഒക്ടോബർ 30 കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ കംപ്ലീറ്റ് സിലബസും നമ്മൾ കവർ ചെയ്യുന്നു. അതായത് യു ആർ സ്റ്റഡിങ് ഓൾ ദ ചാപ്റ്റേഴ്സ്, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതെങ്ങനെ ഇത്രയും മാസത്തിനുള്ളിൽ എങ്ങനെ അങ്ങനെ പഠിക്കാമെന്ന് വിചാരിക്കും. ഐ വിൽ ടെൽ യു സംതിങ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്കൊരു 80 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. 80 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 80 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യേണ്ടത് എത്ര മന്ത് കൊണ്ടാണ്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അതായത് 5 മാസം. ഓക്കെ, സോ ഫോർ ആൻ ആവറേജ് ഐ എം ടേക്കിംഗ് 5 months. ഓക്കെ, അപ്പോൾ 5 months 80 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 months. അപ്പോൾ 80/5 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു മാസം, ഒരു മന്തിൽ നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരും. ഒരു മന്തിൽ അപ്പം നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും? ലൈക്ക് ഒരു 16 ചാപ്റ്റേഴ്സ് ആയിരിക്കണം നിങ്ങൾ ഒരു മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് 80. ഓക്കെ, എത്രയാണോ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 80 ചാപ്റ്റേഴ്സ് നമ്മൾ 5 മന്തിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മന്തിൽ നമ്മൾ 16 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം? കവർ ചെയ്തിട്ടുണ്ടാവണം. ഈ 16 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ 1 മന്തിൽ നമുക്ക് എത്ര വീക്കുകളുണ്ട്? എത്ര ആഴ്ചയുണ്ട്? 4 weeks നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ 16/4 അല്ലേ? അതായത് ഒരു വീക്കിൽ നിങ്ങൾ എത്ര കവർ ചെയ്യേണ്ടി വരും? 4 ചാപ്റ്റേഴ്സ്. ഒരു വീക്കിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് 4 ചാപ്റ്റേഴ്സ് ആണ്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇറ്റ് ഈസ് 4 ചാപ്റ്റേഴ്സ്. ഇതൊരാഴ്ചയാണ്. ഓക്കെ, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 days. അപ്പോൾ 4/7 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം നിങ്ങൾ ഏകദേശം എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം എന്നുള്ളത്. ഇറ്റ് കുഡ് ബി സംതിങ് ലൈക്ക് ഒരു ഹാഫ് ചാപ്റ്റേഴ്സ്, ഹാഫ് അല്ല, ഏകദേശം ഒരു ചാപ്റ്ററിന്റെ പകുതിയിൽ കുറച്ചുകൂടെ കൂടുതൽ, ഒരു നമ്മൾ 3/4 ചാപ്റ്ററൊക്കെ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്താൽ മതി? കവർ ചെയ്താൽ മതി. മനസ്സിലായോ? അതാണ്, ഇങ്ങനെയാണ് നമ്മൾ സിലബസ് തീർക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ 4 മാസം ഇനി അങ്ങോട്ട് 5 മാസം ഉണ്ട്. 5 മാസത്തിൽ നിങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എടുക്കുക. അപ്പോൾ ഒരു മാസം നിങ്ങൾ എത്ര കവർ ചെയ്യണം? ഒരാഴ്ചയിൽ നിങ്ങൾ എത്ര കവർ ചെയ്യണം? ഒരു ദിവസം നിങ്ങൾ എത്ര കവർ ചെയ്യണം എന്ന് നോക്കുക. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ രാവിലെ 9:30 മുതൽ 10:30 വരെ ഞാൻ പഠിക്കുന്നു, ആ രീതിയിലുള്ള ടൈം ടേബിൾ അല്ല. ഗോ ഫോർ ദിസ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊരു വീക്ക്ലി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്ലി ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ വീക്ക്ലി ടാർഗറ്റ് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ടാർഗറ്റ്സ് വെക്കാം. ഡെയിലി ടാർഗറ്റ്സിനെക്കാളും ബെറ്റർ ഷുഡ് ബി വീക്ക്ലി ടാർഗറ്റ്സ് ആയിരിക്കും. അതായത് ഈ ഒരു വീക്കിൽ ഞാൻ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളൊരു 3/4 ചാപ്റ്റർ എന്ത് ചെയ്താൽ മതി? കവർ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ 3/4 ചാപ്റ്റർ കവർ ചെയ്യാൻ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ചില കുട്ടികൾക്ക് അതൊരു 1 hour മതിയാവും, ചില കുട്ടികൾക്ക് ഒരു 2 hours വേണ്ടി വരും, ചില കുട്ടികൾക്ക് അതൊരു 3 hours വേണ്ടി വരും. സോ വാട്ട് എവർ യുവർ ടൈം ഇറ്റ് ഇസ്, അത് നിങ്ങൾ എടുക്കുക. ആ ചാപ്റ്ററും ആ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്യുക. ചാപ്റ്റർ കവർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം നിങ്ങൾ എന്തായിരിക്കണം? അതിൻ്റെ NCERT വായിച്ചിട്ടുണ്ടാവണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം, കംപ്ലീറ്റ് കൺസെപ്റ്റ് ഷുഡ് ബി ക്ലിയർ. അങ്ങനെയാണ് നിങ്ങൾ ഒരു ചാപ്റ്റർ കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം, NCERT കവർ ചെയ്യാൻ പറ്റണം. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു കുട്ടി 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാം? ചിലപ്പോൾ ആ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ടോപ്പിക്ക്, കുഞ്ഞു ചാപ്റ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നമുക്ക് കുറേ സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക, ഇന്നത്തെ ടാർഗറ്റ് കഴിഞ്ഞ് എന്നാൽ പിന്നെ പഠിക്കണ്ട. ഇതല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് അടുത്ത ദിവസം ഉള്ളത് ഇന്ന് തീർക്കാം. അപ്പോൾ ചിലപ്പോൾ വീക്കിലി 4 എന്നുള്ളത് ചിലപ്പോൾ എന്താവും? നിങ്ങളൊരു 4 days 5 days ആകുമ്പോഴേക്കും ആ 4 ചാപ്റ്റർ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ആ ഒരാഴ്ചയിലെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ബാക്കി ഈ ഒരു പറഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിനാണ് സമയമില്ലാത്തത്. ഒരുപാട് വായിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ വായിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് 100% മാർക്ക്. അപ്പോൾ അത്രയും ഒരു ലെവലിൽ നിങ്ങൾ എന്തായിരിക്കണം? ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂൾ എത്ര കിട്ടും അല്ലെങ്കിൽ എത്രയാണ് ആ ചാപ്റ്റേഴ്സ് ഏതാ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ലൈക്ക് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് യു ക്യാൻ ബി ലൈക്ക്, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മാത്ത് പഠിക്കാൻ ഒരു മൂഡുമില്ല. ഓക്കെ, അതായത് ഒരു വീക്കിൽ നിങ്ങൾ ഈ 4 ചാപ്റ്റർ എന്ന് പറയുന്നത് 4 ചാപ്റ്റേഴ്സും മാത്തിലായിരിക്കണം എന്നില്ല, 4 ചാപ്റ്റേഴ്സും ഇപ്പോൾ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് ആവണമെന്നില്ല, SST ആവണമെന്നില്ല. അത് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാം. കാരണം അതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് വരിക. ഒരേ സബ്ജക്ട്സ് ആണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബോറൊക്കെ അടിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ത് ചെയ്യുക?
പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുക, ബാക്കി സമയം അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ വളരെ ഉറക്കം തൂങ്ങുന്ന സമയമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂസ് ചെയ്യാം. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടാതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓൾറെഡി ഒരു ഇത് വരും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓ നോ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ, അതെനിക്ക് സോൾവ് ചെയ്യണം എന്നുള്ളൊരു സാധനമൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസത്തേക്കും ഓരോ മാസത്തേക്കുള്ള ടാർഗറ്റ് ഒക്കെ ഫില്ല് ചെയ്യുക. അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. അതൊക്കെ നിങ്ങളോട് മറന്നു പോകും, മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മറന്നു, അതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം ഇത് നമുക്ക് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നേരത്തെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുമ്പോഴെന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ നിങ്ങൾക്ക് ഇനി സമയമുണ്ടോ. അതായത് ഒരാളിപ്പോൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വീക്കിൽ 4 ചാപ്റ്റർ തീർക്കേണ്ടിടത്ത് കളിച്ച് നടന്നിട്ട് ഒരു വീക്കിൽ 2 ചാപ്റ്ററേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഒരു 5 or 10 ബാക്ക്ലോഗ്സ് വരും. അപ്പം നമ്മളതിങ്ങനെ നോക്കുന്ന സമയത്ത് അയ്യോ എനിക്കിനി സമയമില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പം നമ്മൾ കുറച്ചും കൂടെ സ്പീഡാവും, നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെയാണ് സയൻസ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ തീരുന്ന ചാപ്റ്റേഴ്സ് ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡു യു ഹാവ് ടൈം ഓർ നോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നാണോ മൂവ് ചെയ്യുന്നത്, ഫാസ്റ്റ് ആണോ, നിങ്ങൾക്ക് ഇനി സമയമുണ്ടോ, നിങ്ങൾക്ക് ഇത് തീർക്കാൻ ടൈമുണ്ടോ, ഇനി എത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഡു ദിസ് ഫസ്റ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒക്ടോബർ കഴിഞ്ഞാൽ, ഓക്കെ, സോ ആഫ്റ്റർ ഒക്ടോബർ യു ഹാവ് നവംബർ, ഡിസംബർ, റൈറ്റ്. സോ ഇനിയുള്ളത് നമുക്ക് നവംബറും ഡിസംബറും ആണ്. ഈ നവംബർ ഡിസംബർ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടോ. സോ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. സോ ഇനി നമുക്ക് നവംബർ ടു ഡിസംബർ ടൈമാണുള്ളത്. ഈ നവംബർ ടു ഡിസംബർ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് പ്ലസ് ബാക്ക്ലോഗ്സ് ആയിരിക്കണം കേട്ടോ. അതായത് ഡെഫിനറ്റ്ലി ഒരുവിധം ആൾക്കാർക്കൊക്കെ എന്ത് വരും, ബാക്ക്ലോഗ്സ് വരും. കാരണം നമ്മുടെ ഹാഫ് ഇയർലി എക്സാം നടക്കുന്നൊരു സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ബാക്ക്ലോഗ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബാക്ക്ലോഗ്സ് ഉള്ളതും അതേപോലെ തന്നെ ബാക്കി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കംപ്ലീറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രങ്ങാനും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുമോ അത്രയും നിങ്ങൾ സോൾവ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നോർമലി തിയറി പഠിക്കുമ്പോഴേ അല്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ ആ നവംബർ ടു ഡിസംബറിൽ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം നമ്മൾ സോൾവ് ചെയ്യുന്നു. പ്ലസ് നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ബാക്ക്ലോഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആഫ്റ്റർ നവംബർ ടു ഡിസംബർ ഇനി നമുക്ക് തുടങ്ങുന്നത് ജാനുവരി ഫെബ്രുവരി സമയമാണ്. ഏകദേശം ഫെബ്രുവരി ഹാഫ് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, എക്സാംസ് തുടങ്ങും. അപ്പോൾ ഈ ജാനുവരി ഫെബ്രുവരിയിൽ നമ്മുടെ സ്കൂൾസിൽ പ്രീ ബോർഡ്സ് എക്സാം നടക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രീ ബോർഡ്സ് എക്സാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. അതായത് ഇത് ഷുഡ് ബി, നിങ്ങൾ അതിനെ നിങ്ങളുടെ പബ്ലിക് എക്സാം ആയിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീ ബോർഡ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാം നിങ്ങൾക്ക് പുഷ്പം പോലെ എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ആദ്യം നമ്മൾ ഈ ഒരു ടൈം ലൈൻ വെക്കുന്നു. നമ്മൾ ജൂൺ ടു ഒക്ടോബർ എൻഡിലേക്ക് നമ്മൾ സിലബസ് കംപ്ലീറ്റ് തീർക്കുന്നു. നവംബർ ഡിസംബർ എൻഡോട് കൂടി നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ചെയ്യുന്നു, ബാക്ക്ലോഗ്സ് ഫിനിഷ് ആക്കുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ പ്രീ ബോർഡ്സ് വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് അടിപൊളിയായിട്ട് അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ നേരെ പോകുന്നത് നമ്മളുടെ പബ്ലിക് എക്സാമിലേക്കാണ്. വാവ്, all set, all ready, right? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് 1 year ഷെഡ്യൂൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ട് എന്തായിരിക്കും, എവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ പഠിക്കാം അല്ലേ? ചിലപ്പോൾ സ്കൂൾസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലാസ്സസ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ യെസ്, ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാം. നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 13th അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ഒരു ചോദിക്കാൻ മതി. സോ ആ ക്ലാസ്സസ് ഞങ്ങളുടെ പ്രീമിയം ആപ്പിലുള്ള ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ബെസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. റിസോഴ്സസ് ആവട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആവട്ടെ, ക്ലാസ്സസ് ആവട്ടെ, ക്വസ്റ്റ്യൻസ് ആവട്ടെ, എവറിത്തിങ് വിൽ ബി ദെയർ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ആൻഡ് ദാറ്റ് ടു ഇൻ അവർ സൂപ്പർ ബാച്ച്. അത് നമ്മൾ തുടങ്ങുന്നത് ജൂൺ 13th 11,999 ആണ് നമ്മുടെ കോഴ്സ് ഫീ ആക്ച്വലി വരുന്നത്. നൗ ഇറ്റ്സ് ഇൻ ഓഫർ 5,999 ഇൻക്ലൂഡിങ് GST ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, ആ ഫോം ഫിൽ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് എ കോൾ ബാക്ക്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ദിസ് വുഡ് ബി എ വെരി ഗുഡ് ഓപ്ഷൻ. ഇനി ഇതല്ല, നിങ്ങൾ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണ് താല്പര്യം എന്ന് വിചാരിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡിയാണ്. ഈ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കുറച്ച് പോയിന്റ്സ്, അതായത് വെറുതെ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല,
പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിൽ നമ്മളുടെ ക്ലാസ്സസ് ഉണ്ടാവും. നമ്മളുടെ ചാനലുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ 1 ഷോട്ട് റിവിഷൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് കംപ്ലീറ്റ് ആയിരിക്കില്ല. ഇറ്റ്സ് എ 1 ഷോട്ട്. അതായത് ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചാപ്റ്റർ പഠിപ്പിച്ച് തരും. അപ്പോൾ അതിൽ ചിലപ്പോൾ NCERTയിൽ എവറി ലൈൻ നമ്മൾ ചിലപ്പോൾ കവർ ചെയ്തൊന്നും വരില്ല. പക്ഷേ നമ്മൾ ഓവറോൾ കംപ്ലീറ്റ് കൺസെപ്റ്റ്സും കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് NCERT സോൾവ് ചെയ്യാം. ഇത് NCERT ചാപ്റ്റർ വായിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ആണ്. ഇതായിരിക്കണം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കണം നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇഫ് നോട്ട്, യു ക്യാൻ സ്റ്റഡി യുവർ സെൽഫ്. വാട്ട് എവർ യു ആർ ഡൂയിങ്, നമ്മളുടെ മനസ്സിൽ എത്രയേ ഉള്ളൂ, നിങ്ങൾ നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചോ, നെക്സ്റ്റ് ഇയർ ഈ മെത്തേഡ് കംപ്ലീറ്റ് ഫോളോ ചെയ്തിട്ട് താഴെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും, യെസ് മിസ് ഐ ഗോട്ട് മൈ ഡ്രീം മാർക്സ് എന്നുള്ളത്. സോ ഓൾവേസ് റിമെമ്പർ, നമ്മളിങ്ങനെ ഇരുന്ന് ഒന്നും ചെയ്യാണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് എക്സാമിന് മാർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകുന്നില്ല, ഇത് കിട്ടുന്നില്ല. അതിന് ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു മാരത്തോണിന് പങ്കെടുക്കുകയാണ്. ആ മാരത്തോണിന് ജയിക്കണമെന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ മാരത്തോണിൽ ജയിപ്പിച്ച് തരണേ പ്ലീസ് എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ദൈവം കൊണ്ടുപോയിട്ട് മാരത്തോണിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടല്ല ചെയ്യുക. ഹീൽ സെൻഡ് യു എ ഗുഡ് പെയർ ഓഫ് ഷൂസ്. അതായത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്കുള്ള അവസരങ്ങളും എന്ത് ചെയ്തു തരും, നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതിൽ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ പോയി. സോ അതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസസ്, ഇതെല്ലാം 100% കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഗീവ് ദിസ് 1 ഇയർ നിങ്ങളുടെ 100% കൊടുക്കുക, നിങ്ങളുടെ ഫുൾ എഫേർട്ട് കൊടുക്കുക, നിങ്ങളുടെ ഫുൾ എന്താ പറയുക, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ, എത്ര ഇതിലേക്ക് എഫേർട്ട് കൊടുക്കാൻ പറ്റുമോ, എത്രയും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഗിവ് ദാറ്റ്. ഓക്കെ, ഇത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് തരാതിരിക്കാൻ ടീച്ചേഴ്സിന് പറ്റൂല. നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിങ്ങൾ അങ്ങ് എഴുതും, മാർക്സ് അങ്ങ് വരും. ഓക്കെ, സോ ബി റെഡി ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് നമ്മളുടെ ചാനലിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സെൻഡ് ദ ലിങ്ക്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇതുപോലത്തെ ഒരുപാട് കണ്ടന്റ് ഇനിയും നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. എവറി കൈൻഡ് ഓഫ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അപ്പോൾ മോട്ടിവേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ നമ്മൾ തരും, ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ചാപ്റ്റേഴ്സ് നമ്മൾ തരും, കണ്ടന്റ് ആണെങ്കിൽ കോണ്ടന്റ് നമ്മൾ തരും. എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും വിത്ത് യുവർ റിക്വസ്റ്റ് വാട്ട് എവർ. സോ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും താഴെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും, അതും ജോയിൻ ചെയ്യുക. Yes, let's move as a family. Welcome. Thank you.